മുരൾച്ചകൾ അവർക്കറിയാം. അവർ സ്ഥലം വിട്ടു. പോസ്റ്റുകൾ എരിഞ്ഞപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി. വൃക്ഷങ്ങൾ എരിഞ്ഞപ്പോഴേ പക്ഷികൾ കൂടുവിട്ടകന്നു. മലയുടെ ഒരു വശത്ത് പൊടിയെ പോലെ ഉരുണ്ടു വീണപ്പോഴേ മൃഗങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് രാത്രി കിഴക്കൻ മുത്തൂർ ദേശമേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആകാശം ഇളകുകയാണ്, ഭൂമി ഇളകുകയാണ്, കടലും കരയും ഇളകുകയാണ്. ഈ ഇളക്കം കാണുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാകും, ഇത് പറന്നു പോകാൻ സമയമായി. ഇവിടെ അധികം കാലങ്ങളില്ല. യേശു വരാൻ കാലമായി എന്നറിയാം. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പളത്തിന്റെ സൂചന കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ കൃത്യമായ സൂചന കിട്ടുമെങ്കിൽ, മുണ്ടക്കൈ ചൂരൽമലയിലെ വന്യമൃഗങ്ങൾക്ക് ഭൂകമ്പത്തിന്റെ സൂചന കിട്ടിയെങ്കിൽ, അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കാന്തയായ ദൈവസഭയ്ക്ക് കാന്തനാകുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് സൂചന കിട്ടുമെന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ ഇന്ന് രാത്രിയിൽ. സ്തോത്രം. എനിക്കൊരു പാട്ടൊക്കെ പാടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഞാൻ പാടുന്നില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഇരിക്കുന്നു. ഞാൻ പാടിക്കഴിയുമ്പോഴേക്കും 1.25 കിലോ വെള്ളി വരും. പിന്നെ തൂക്കി കൊടുക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവർ സ്വർണത്തിൽ പാടില്ല, ഞാനങ്ങ് മാറി നിന്നു. സ്തോത്രം. കാഹളം കാതുകളിൽ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശുദാനരുടെ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയാണ്. സമയമെടുത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. 2ാമത്തെ പോയിന്റോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. ഉൽപ്പത്തി പുസ്തകം 5 എടുക്ക, ചുമ്മാ തുറന്നു വെച്ചോ, 5 കാണും. ഇവിടെ എന്താ വായിക്കുന്നേ? ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. വായിച്ച മോനെ 1ാമത്തെ വാക്യം. ആദാമിന്റെ വംശപാരമ്പര്യമായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവന് ബാക്കി അങ്ങോട്ട് പറയാം. ആദാമിന്റെ ദൈവം സൃഷ്ടിക്കുമ്പോൾ 130 വയസ്സിലുള്ള മകനെ ജനിപ്പിച്ചു. അവന്റെ പേരാണ് എന്തോന്ന്? ശേത്ത്. പിന്നെ 800 സംവത്സരങ്ങൾ ജീവിച്ചെന്ന് പുത്രന്മാരെയും പുത്രിമാരെ ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ എത്ര? 930. ഇനി അതിൽ കൂടുതൽ ജീവിച്ചതാണ് മെതുശാലയ്ക്ക് എത്ര? 969. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ ഓരോ പാരഗ്രാഫ് ഓരോ തലമുറയാണ്. 1ാമത്തെ പാരഗ്രാഫ് 1ാം തലമുറ, 2ാം പാരഗ്രാഫ് 2ാം തലമുറ, 3ാമത്തെ ഖണ്ഡിക 3, 4, 5, 6, 7. ഓരോ പാരഗ്രാഫ് ഓരോ തലമുറയാണ്. അപ്പൊ ഇനി ഒരു കണക്ക് പറയാം. വേദചിന്തകന്മാരുടെ കണക്കാണ്, കൂട്ടിയൊപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ഒന്ന് പഠിച്ചോ. പഴയമത്തിനകത്ത് 1000 കൊല്ലമാണ് പുരുഷന്മാർക്ക് ആയുസ് ഉണ്ടായിരുന്നത്. എത്ര കൊല്ലം? 1000. പിന്നെ ആദാമിന് 30 അവിടെ കാണുന്ന 7 തലമുറയിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും 900 മേലെ ആയുസ്. ബാക്കിയൊക്കെ താഴെ വരുന്നുള്ളൂ. ഇപ്പൊ ഒരു പുരുഷായുസ് പണ്ട് എത്രയാണ്? 1000. തിരുനാളിൽ മരിച്ചു. സങ്കീർത്തനം വന്നപ്പോഴേക്ക് എത്രയായി? 70 ഏറെയായാൽ ഒരുവിധം ഗ്യാരണ്ടി ഉള്ളതാണ്. എവിടം വരെ? ഒരുവിധം ഗ്യാരണ്ടി. 7 ആയാൽ റബ്ബർ ബാൻഡ് വലിച്ചിട്ട്, ഏറെയായാൽ 80. അടുത്തെന്താ? അത് വേഗം നമുക്ക് പോകാൻ നേരമില്ല. അത് കഴിഞ്ഞാലും അതാണ് എൻ്റെ പ്രശ്നം. ഈ ശരീരത്തിൻ്റെ പുതിയ യുഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ നിർജീവന്മാരാകും, പെട്ടെന്ന് ചത്തുപോകും. ഇത് സ്വാഭാവികമല്ലേ? നമ്മളതിനെ വിഷമിക്കുന്നേ. നമ്മൾ കിടക്കാച്ച് നമുക്ക് ഈ ചാകട കാര്യം പറയുമ്പോൾ പേടിയാ. എന്നാ വിചാരിച്ചാലും ചത്തുപോകും. നമുക്കൊരു നേർച്ചയുണ്ട്. എൻ്റെ നേർച്ച കഷ്ടപ്പെട്ട് നാരങ്ങ വെള്ളം ഉണ്ടംപൊരി മാത്രം തിന്ന് ഒരു 50-60 വയസ്സ് വരെ ഒരു 4-5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ചിട്ടി കൂടി സമ്പാദിച്ച് വെക്കുക. അത് ചാകാൻ നേരത്ത് ഒരു ആശുപത്രിക്കാർക്ക് കൊടുത്തിട്ട് ചാവുക. അങ്ങനെ ഒരു നേർച്ച നമുക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും ആശുപത്രിക്കാരുടെ ബിൽഡിങ് പണിയും അവർക്ക് കൊടുക്കാനാണ് ജന്മം മുഴുവൻ. ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് കിട്ടുകയില്ല എന്നൊരു അസുഖം വന്നാൽ വെറുതെ കൊണ്ട് നടക്കണ്ട, ആ വഴിക്ക് വിട്ടേര്, ഞാനങ്ങ് പൊക്കോളാം. സ്തോത്രം. അപ്പച്ചനെങ്കിലും കൂടെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ പോരെ, എൻ്റെ കൂടെ പോരെ കേട്ടോ ഇവിടെ. സ്തോത്രം. നമ്മൾ ഈ രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ വിഷമിക്കട്ടെ. ഇതങ്ങനെയല്ലേ? എത്ര എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? 10 വയസ്സ് വരെ എന്ത് ചോദിക്കും? വയസ്സ് എത്ര? 20 വയസ്സ് വരെ മാർക്ക് എത്ര? 30 വയസ്സ് വരെ ശമ്പളം എത്ര? 40 വയസ്സ് വരെ മക്കൾ എത്ര? 50 വയസ്സാകുമ്പോൾ ഷുഗർ എത്ര? 60 ആകുമ്പോൾ പ്രഷർ
ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒരമ്മ പെറ്റ മക്കളാന്നേ. എന്തപ്പം കുഴപ്പമില്ല. അവനെ ഷുഗർ വന്നാൽ പിന്നെ കൊളസ്ട്രോൾ ഓട്ടോറിക്ഷ വിളിച്ചു വരും. പിന്നെ പിന്നെ പ്രഷർ അവൻ ആംബുലൻസ് വിളിച്ച് വരും. തേങ്ങയുടെ കണ്ണു പോലെ 3 അത് ഓർണം വന്ന് അതൊക്കെ കിടക്കുമെന്ന് നമ്മൾ തന്നെ ഭാരപ്പെട്ട കാര്യം എന്നാന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ട് അമ്മച്ചി വന്നൊക്കെ 85 വെച്ചറിയാം. ഇവിടെ വേറെയെന്ന് 57 എൻ്റെ തോളിന് വേദന. എന്നാലും ഞാൻ 80. പിന്നെ അമ്മച്ചി വന്നപ്പോൾ ഞാനൊക്കെ പ്രാർത്ഥിച്ച് വിട്ടു. അത്രേ ഉള്ളൂ. ഇത് രോചനക്കൂലി ഫലിക്കാതെ വരുമെന്നേ. പ്രായമാകും. ഇത് സിഗ്നലാണെന്നേ. അല്ല ഞാനിപ്പം രാത്രി വണ്ടി ഓടിച്ചാൽ പോകുന്നത്. കാർ ഓടിച്ചു എൻ്റെ വീട്ടിൽ ചെന്ന് പിന്നെ ഭാര്യനെ കിട്ടുകൊണ്ട് നിലമ്പൂർക്ക് പോകാനായിട്ട്. ഈ പിള്ളേർ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തണ്ടായോ. കോട്ടയം ചെല്ലുമ്പോൾ സന്തോഷം 90 കിലോമീറ്റർ ഉള്ളൂ. സ്വോത്രം. മൂവാറ്റൂർ ചെല്ലുമ്പോൾ 40 കിലോമീറ്റർ. ഒന്നുകൂടി സ്വോത്രം. ലഡു പൊട്ടാൻ തുടങ്ങുക. അങ്കമാലി ചെല്ലുമ്പോൾ 20 കിലോമീറ്റർ. എന്തു സന്തോഷം. കാലടി 7 കിലോമീറ്റർ. അങ്കമാലി 0. അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്താ കാര്യം? വീടോടടുത്തു. വല്ലതും മനസ്സിലായോ? അപ്പൊ ഷുഗർ കയറി വരുമ്പം ഇനി 90 മൈലേ ഉള്ളൂ. സിഗ്നലാ. അന്നേരം സ്വോത്രം പറഞ്ഞു തുടങ്ങിക്കൊള്ളണം. ഷുഗറൊക്കെ ഒരു കണക്കിന് നല്ലോ. എന്നറിയുമോ? അറ്റാക്ക് വന്ന് യാതൊരു അറ്റാക്ക് വന്നപ്പോൾ ചത്തു. വഴി പോണൊരു ചത്തുപോയി. ആധാരം എവിടെ ഇരിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. പലിശയ്ക്ക് കാശ് കൊടുത്തുള്ള സ്ഥലം എവിടെയാണെന്ന് പറയാൻ. ഷുഗർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അത് 10-20 കൊല്ലം കൊണ്ട് തീരും. എല്ലാവരും പറഞ്ഞ് കൃപപ്പെടുത്തി ചാകാൻ സമയം തരിക. മനസ്സിലായോ? അപ്പം മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം തരികയല്ലേ. അതൊക്കെ സ്വോത്രം ചെയ്തിരിക്കണമെന്ന് നമ്മളെ പേടിക്കട്ടെ. ഇനി എല്ലാം കൂടെ കയറി വരുമ്പോഴത്തേക്കും ഒരു പ്രശ്നമൊക്കെ കണ്ണു കഴിയൊക്കെ അപ്പം ചിന്തിച്ചല്ലോ എന്തോന്ന് ഇനി 0 മൈലേജേ ഉള്ളെന്ന്. സിയോൻ പ്രമാണികൾക്ക് വീടോടടുക്കും തോറും നമ്മുടെ വ്യാഴം കണ്ട ഇവിടുന്ന് പോകാനൊട്ടുന്ന ഇത് പോയേ പറ്റത്തുള്ളെന്ന്. ലോകത്തുള്ള 4 വീടും തകരുമ്പോൾ തകരാത്തൊരു വീട് കൂടാരമായ ഭൗമിക ഭവനം അടിഞ്ഞാൽ